അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ക്ലേ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ക്ലേ, പെയിൻറ്റ്, ബോട്ടിൽ, മോൾഡ്, ടിഷ്യൂ പേപ്പർ, കത്രിക, ഗ്ലൂ, ബ്രഷ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഗ്ലൂ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ചാൽ മതി. ഇതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഈ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വയ്ക്കുക. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പശയുടെ മിശ്രിതം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പശ തേച്ചിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുണ്ട് കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടും. ഇതേപോലെ അടുത്ത പീസും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ കംപ്ലീറ്റ് ഒട്ടിച്ച് ഉണക്കിയെടുത്ത ബോട്ടിലാണിത്. ഇനി അടുത്തായിട്ട് ഇതുമ്മൽ പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടി ഞാൻ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലേ കൊണ്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് ഇതായിട്ടാണ് ക്ലേ വരിക, നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഇത് മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ കയ്യിൽ തേച്ച് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ക്ലേ നല്ല പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിന് ഇതേപോലെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയ തടി കഷ്ണോ എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ളത് വെച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. നമുക്ക് കയ്യിൽ വെച്ചും പരത്താവുന്നേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ പരത്തുമ്പോൾ നല്ല കറക്റ്റ് ഒരേ കനത്തിലായിരിക്കും ഈ ഷീറ്റ് ഉണ്ടായിരിക്കുക. ഈ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. റിമൂവ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. കയ്യിലൊക്കെ ആകുമ്പോൾ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഈ മോൾഡ് ഉപയോഗിച്ച് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ നന്നായി പ്രസ് ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ബാക്കി ഭാഗം നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇത് ഫ്ലവറിൻ്റെ ഷേപ്പിൽ എടുക്കാം. ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്ന് ഈ ഫ്ലവർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ പതുക്കെ പ്രസ് ചെയ്താൽ അത് നല്ല ഷേപ്പിൽ പോരും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഫ്ലവർ പോലെ ഉണ്ട്. ഇനി ഇതിൻ്റെ വക്ക് നമുക്ക് ഇതേപോലെ ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ട് മാറി. അപ്പോൾ ഇതേപോലെ കുറേ പൂക്കളും കുറേ ഇലകളും ഇതേപോലെ സ്പ്രിങ്ങും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മുൻപുള്ള ഒരുപാട് വീഡിയോയിൽ ഇതേപോലത്തെ പലതരം പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ മേലെ ഈ പൂക്കൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയെടുക്കാം. അപ്പോൾ ആദ്യം മേലെ ഒരു ഫ്ലവർ ഒട്ടിച്ചു. അപ്പോൾ ഇനി താഴെ ഇതേപോലെ രണ്ട് പൂക്കളും ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ അങ്ങനെ 3 പൂക്കൾ ഒട്ടിച്ചു. ഇനി അടുത്തതായിട്ട് ഇലയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയൊക്കെ ഉള്ള ഭാഗം നോക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഇലയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് ആ സ്പ്രിങ്ങും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് പെയിൻറ്റൊക്കെ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി അടുത്തായിട്ട് നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അക്രലിക് കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വയലറ്റ് കളറാണ് പൂവിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ എല്ലാ ഈ 3 പൂക്കൾക്കും നമുക്ക് വയലറ്റ് കളർ തന്നെ കൊടുത്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 3 പൂക്കളും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇലയാണ്. ഇലയ്ക്ക് സാധാരണ പോലെ തന്നെ പച്ച കളർ കൊടുക്കാം. അപ്പോൾ എല്ലാ ഇലകളും അതേപോലെ സ്പ്രിങ്ങും ഒക്കെ നമുക്ക് ഈ പച്ച പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പൂക്കളുടെയൊക്കെ ഇതളിൻ്റെ ബോർഡർ നമുക്ക് ചെറിയ ഗോൾഡൻ കളർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് പൂവിൻ്റെ വക്കൊക്കെ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ ഗോൾഡൻ കളർ മുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല വലുപ്പത്തിലുള്ള മുത്തുകളാണ്, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിറയെ മുത്തൊട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സ്പ്രേ വാർണിഷാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വാർണിഷ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൽവശത്ത് ഗോൾഡൻ കളറ് റിബൺ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചുറ്റി നമുക്ക് ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.